കമത്തി കിടത്തിയിട്ട് പ്ലെയിൻ ആയിട്ട് ഇത് അയ്യേ പാവം. ഞാൻ സത്യം പറയല്ല, ഞാൻ ഇങ്ങനെ ഇത്രയും ഫുള്ളായിട്ടൊരു ചിക്കനെ ഞാൻ പെരുമാറുന്ന ആദ്യമായിട്ടാണ്. ഇങ്ങനെ അതല്ല, ഇത് മുതുക്കൊരു ചിക്കൻ, നല്ല വെയിറ്റ് ഉണ്ട്. ഇങ്ങനെ പോലെ ഒരു 2 കിലോ കാണൂല്ലേ. ഓക്കെ, നമുക്ക് ഇതാണ് ഇതിന്റെ സ്പൈൻ. എന്നെ ബയോളജി അറിയത്തില്ലല്ലോ, ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ മുതുകത്തൂടെ ഇങ്ങനെ പോകുന്നതാണ് സ്പൈൻ. ഓക്കെ, അപ്പൊ സ്പൈന്റെ നടുക്ക് എന്ത് കാണും? നട്ടല് കാണും. നട്ടലിന്റെ അപ്പുറവും ഇപ്പുറവും വെച്ച് വെട്ടിയിട്ട് ആ നട്ടലിഞ്ഞ് ഊരിയെടുക്കണം. നട്ടല് ചവിട്ടി ഊരി എടുക്കണം. ഇനി ഇതിന് നട്ടലിന്റെ ആവശ്യമില്ല. നട്ടല് വേണ്ട. നട്ടലില്ലാത്ത ചിക്കനാ. നല്ലൊരു പിച്ചാത്തി വാങ്ങണം കേട്ടോ ആദ്യം. ഈ പിച്ചാത്തി നല്ലായിരുന്നു, പിന്നെ അങ്ങ് മണ്ടനാവും ഗൈസ്. അതെന്താ ഇൻഫൂസ്ഡേ എടാ, ആരോഗ്യം വേണോടോ സതി. ഇതേണ്ടി ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ. സാധാരണ നട്ടലിന്റെ നടുക്കൂടാണ് കട്ട് ചെയ്യാവുള്ളത്. അല്ല, നടുക്കൂടല്ല, നട്ടല് കട്ട് ചെയ്ത് നട്ടലിങ്ങി എടുക്കണം. ഇവിടെ നട്ടലിന്റെ നടുക്കൂടെ കട്ട് ചെയ്ത് നട്ടൽ അപ്പുറം ഇപ്പുറം ആക്കി. എന്റെ ഊഹം തെറ്റിപ്പോയി, നട്ടൽ അപ്പുറമായി പോയി. എന്നെ ബയോളജി അറിയത്തില്ലല്ലോ, ഞാൻ പറഞ്ഞുതരാം. ബയോളജി ക്ലാസ് കണ്ടിച്ചിട്ടുണ്ട്, മീനെ കണ്ടിച്ചിട്ടുണ്ട്, കൊഞ്ചിനെ കണ്ടിച്ചിട്ടുണ്ട്, കോഴിയെ കണ്ടിക്കാൻ അവര് പഠിപ്പിച്ചില്ല. കോഴി കൊണ്ട് തരുന്നത് കണ്ടിക്കാൻ. എനിക്ക് ആ പടത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചപ്പിളിയായിട്ടിരിക്കണം. ദാണ്ട ഇത് കണക്കിരിക്കണം കേട്ടോ. ഇതുപോലെ സാധനം ഇരിക്കണം. ആദ്യം കടായി ചൂടായി, ബട്ടർ ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, സവാള ഇട്ടു, ക്യാപ്സിക്കം ഇട്ടു, തക്കാളി ഇട്ടു. അത് ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അമ്പുനെ കൊറേ ചേരുന്ന കുറച്ച് ഡ്രസ്സുകളുണ്ട്. അത് തന്നെ നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇട്ടോണ്ടിരിക്കും. ഇതൊക്കെ തന്നെ എത്ര വീഡിയോ ഇട്ടിട്ടുണ്ട്. അല്ല, ഇതിന് ഒരു 2-3 വട്ടം കഴിഞ്ഞാൽ ഇടാൻ പറ്റില്ല. അപ്പൊ അതിനോട് ഇട്ടങ്ങ് തീർക്കുക, കൊതി തീർക്കുക, കണ്ടങ്ങ് കൊതി തീർക്കുക. നിങ്ങൾ വലുതാവല്ലേ. കറക്റ്റ് ചില്ലി ചിക്കൻ കട്ടാണ് കേട്ടോ. ചില്ലി ചിക്കൻ കറക്റ്റ് ഇങ്ങനെ കേട്ടോ. ഈ ഇൻഫ്യൂസ്ഡ് ചിക്കന് പാതി ലെഗ് പീസ് എടുത്ത് നോർമൽ ഫ്രൈ ചെയ്താലും അതിന് പാളി പോയാൽ അതേ തിന്നായിരുന്നു. പാളിയാലും തിന്നെ കോൺഫിഡൻസ് ഞാൻ ഉണ്ടാക്കില്ല, എങ്ങനെ പാല് വേട്ടാ. അപ്പൊ ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചതല്ലേ. ഇത്രയും മുളക് വേണോ?